ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ പ്രവർത്തന മേഖലകളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 18-ാം തിരുവചനം. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ പറയുന്നു, നിയമത്തിൽ നിന്ന് യാതൊരുവിധ മാറ്റങ്ങളുമില്ല. നിയമത്തെ ഇല്ലായ്മ ചെയ്യുവാനല്ല, നിയമത്തെ പൂർത്തീകരിക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. ഈശോയുടെ പഠനങ്ങളൊക്കെ വന്നപ്പോഴേ പലർക്കും ഒരു സംശയം വന്നു. ഈ പഴയകാല പഠനങ്ങൾ, യാഹ്വേയുടെ പഠനങ്ങൾക്ക് എതിരാണ് ഈശോ. അവിടെ ഈശോ പറയുന്ന നിയമത്തെ പൂർത്തിയാക്കാനാണ്. പഴയകാല നിയമങ്ങളിൽ എന്താണോ അന്തസത്ത, ആ അന്തസത്തയാണ് ഈശോ എടുത്ത് ഉയർത്തി കാണിക്കുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ നീയും വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമങ്ങളുടെ, കർത്താവ് നൽകിയ കൽപ്പനകളുടെ അന്തസത്ത നിന്റെ ജീവിതത്തിലുണ്ടാകണം. ബാഹ്യമായിട്ട് എന്തെങ്കിലും അനുഷ്ഠിക്കുക എന്നുള്ളതല്ല, നിയമത്തോടൊപ്പം നിനക്ക് നിന്റെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കണം. നിയമത്തിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തില്ല എന്ന് ഈശോ പറയുക. അപ്പം നിയമം നിന്റെ ഹൃദയ ഫലകങ്ങളിൽ എഴുതപ്പെടണം. നിയമത്തെ സ്നേഹിക്കുവാനായിട്ട്, അതിനനുസരിച്ച് പോകുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിയമങ്ങളെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുവാനായിട്ട്, അതിൻ്റെ മൂല്യങ്ങൾക്ക് വില നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും, സംരക്ഷണങ്ങളും, വിടുതലും എല്ലാം ഈ വ്യക്തിക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം